Hello everyone, welcome to Competitive Cracker. നമ്മൾ 2023 ഏറ്റവും റീസെന്റ് ആയിട്ട് നടന്ന സെറ്റിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സെറ്റ് കെമിസ്ട്രിയിലെ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്നാൽ നമുക്ക് കൺഫ്യൂസിംഗ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ള ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫോട്ടോ കെമിക്കൽ സ്മോഗുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. ഇത് ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. എന്ന് പറഞ്ഞാൽ ഫോട്ടോ കെമിക്കൽ സ്മോഗുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന എല്ലാ ഫാക്ടേഴ്സും നമ്മൾ അറിഞ്ഞിരിക്കണം. ക്വസ്റ്റ്യൻ ഇതാണ്: which of the following statements about photochemical smog is wrong? നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ്: it has high concentration of oxidizing agents, it has low concentration of oxidizing agents, it can be controlled by controlling the release of NO2, hydrocarbons, ozone, etc. Plantation of some plants like pinus help in controlling photochemical smoke. അപ്പോൾ ഫോട്ടോകെമിക്കൽ സ്മോഗുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ഫാക്ട്സ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. നമുക്ക് ഇത് കാണുമ്പം എല്ലാം നമുക്ക് അറിയാവുന്ന കുറച്ച് ഫാക്ട്സ് ആയിട്ട് തോന്നും. നമ്മൾ ഫോട്ടോ കെമിക്കൽ സ്മോഗ് പഠിക്കുമ്പോൾ തന്നെ പഠിക്കുന്നത് ഈ ഫോട്ടോ കെമിക്കൽ സ്മോഗ് എന്ന് പറഞ്ഞാൽ ഒരു ഓക്സിഡൈസിങ് സ്മോഗ് എന്ന് പറഞ്ഞാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം നമുക്ക് പരീക്ഷയുടെ സമയമാകുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻ വരും. ലോ കോൺസെൻട്രേഷൻ ആണോ ഹൈ കോൺസെൻട്രേഷൻ ആണോ എന്ന് കൺഫ്യൂഷൻ വരും. അപ്പം നമുക്ക് ഓരോ ഫാക്റ്റും അനലൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിന് ആൻസർ കിട്ടത്തുള്ളൂ. ഈ ഒരു ക്വസ്റ്റ്യനകത്ത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് റോങ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ്. ഇവിടെ വരുന്ന റോങ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. It has low concentration of oxidizing agent. അപ്പോൾ ബാക്കി തന്നേക്കുന്ന 3 സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. നമുക്ക് ഫോട്ടോ കെമിക്കൽ സ്മോഗുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ഫാക്ട്സ് നോക്കാം. കാര്യം സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഫാക്ട് പഠിക്കുമ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളെല്ലാം പഠിക്കണം. അപ്പൊ നമ്മൾ ഫോട്ടോ കെമിക്കൽ സ്മോഗ് എന്ന് പറയുന്നത് ഹൈ കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിഡൈസിങ് ഏജന്റ്സ് ഉള്ള എന്ന് വെച്ചാൽ നമ്മുടെ ഓസോൺ, നൈട്രിക് ആസിഡ് അങ്ങനെയുള്ള ഓക്സിഡൈസിങ് ഏജന്റ് ഹൈ കോൺസെൻട്രേഷനിൽ പ്രസന്റ് ആയ സ്മോഗാണ് ഫോട്ടോ കെമിക്കൽ സ്മോഗ് എന്ന് പറയുന്നത്. ഈ NO2-ന്റെയും ഓസോണിന്റെയൊക്കെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ അവരുടെ റിലീസ് നമ്മൾ കൺട്രോൾ ചെയ്താൽ നമുക്ക് ഫോട്ടോ കെമിക്കൽ സ്മോഗിന് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഫോട്ടോ കെമിക്കൽ സ്മോഗ് എന്ന് പറയുന്നത് ഡസ് നോട്ട് ഇൻവോൾവ് സ്മോക്ക് ഓഫ് ഫോഗ്. നമ്മളൊരു കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ടേം ആണ്. സ്മോക്കോ ഫോഗോ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ, UV ലൈറ്റിന്റെ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ കൊണ്ടാണ് ഈ ഒരു സ്മോഗ് ഉണ്ടാകുന്നത്. സ്മോക്കോ ഫോഗോ എന്ന് വെച്ചാൽ നമ്മുടെ ലണ്ടൻ സ്മോഗ് പോലെ അങ്ങനെയുള്ളൊരു സ്മോഗ് അല്ല ഈ ഫോട്ടോ കെമിക്കൽ സ്മോഗ് എന്ന് പറയുന്നത്. ഇതിന് നമ്മൾ സമ്മർ സ്മോഗ് എന്നും ലോസ് ഏഞ്ചൽസ് സ്മോഗ് എന്നും ഒക്കെ നമ്മൾ വിളിക്കാറുണ്ട്. അതേപോലെ തന്നെ ഓക്സിഡൈസിങ് സ്മോഗ് എന്നും വിളിക്കാറുണ്ട്. ഇതെല്ലാം നമ്മൾ ഓർത്തിരിക്കണം. കാര്യം ഇത് വേണമെങ്കിൽ നമുക്ക് അടുത്ത എക്സാമിന് നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെന്റ്സിൽ പ്രതീക്ഷിക്കാം. അപ്പോൾ ഓർത്ത് വെച്ചേക്കുക, ഇതിനെ സമ്മർ സ്മോഗ് എന്നും ലോസ് ഏഞ്ചൽസ് സ്മോഗ് എന്നും പറയുന്നുണ്ട്. കാര്യം ഇത് ലോസ് ഏഞ്ചൽസിലാണ് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത്. ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് വെൻ UV light originating from the sun interact with the oxides of nitrogen present in the atmosphere. എന്ന് പറഞ്ഞാൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള നൈട്രജന്റെ ഓക്സൈഡ്, കാര്യം ഈ പൊല്യൂഷനൊക്കെ കൂടുമ്പോഴത്തേനും ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ കൂടുതലായിട്ട് അറ്റ്മോസ്ഫിയറിൽ എത്തും. അപ്പോൾ അവരുമായിട്ട് ഈ UV റേഡിയേഷൻ ഇന്ററാക്ട് ചെയ്യുന്നത് മൂലം ഉണ്ടാകുന്ന ഒരു ടൈപ്പ് ഓഫ് സ്മോഗ് ആണ് നമ്മുടെ ഫോട്ടോ കെമിക്കൽ സ്മോഗ് അല്ലെങ്കിൽ ഓക്സിഡൈസിങ് സ്മോഗ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്ന ഒരു ബ്രൗൺ ഹെയ്സ് ആണ് യൂഷ്വലി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരു ബ്രൗണിഷ് കളർ അതിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. ഹൈലി പോപ്പുലേറ്റഡ് സിറ്റീസിൽ എന്ന് വെച്ചാൽ എവിടെയാണോ പൊല്യൂഷൻ ഉള്ളത് അവിടെയാണ് ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അത് കണക്ക് തന്നെ വാം ക്ലൈമറ്റിലാണ് ഈ ഒരു ഫോഗിന്റെ ഫോർമേഷൻ ഉണ്ടാകുന്നത്. വിസിബിൾ ഡ്യൂറിങ് മോർണിംഗ്സ് ആൻഡ് ആഫ്റ്റർനൂൺസ്. ഇത് കൂടുതലായിട്ട് വിസിബിൾ ആവുന്നത് നമ്മുടെ മോർണിംഗ് ടൈമിലും ആഫ്റ്റർനൂൺ ടൈമിലുമാണ്. ഇതും സാധാരണ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചേക്കുക. നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് ഒന്നും കൂടെ പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ഫോട്ടോ കെമിക്കൽ സ്മോഗ് ഈസ് റോങ്? അപ്പൊ ഫോട്ടോ കെമിക്കൽ സ്മോഗ് contain high concentrations of എന്താണ് ഓക്സിഡൈസിങ് ഏജന്റ്സ്. ഇതാണ് നമ്മുടെ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ലോ കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിഡൈസിങ് ഏജന്റ് അല്ല ഫോട്ടോ കെമിക്കൽ സ്മോഗിലുള്ളത്, ഹൈ കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. മനസ്സിലാകുന്നു? അപ്പം നമ്മൾ ഒരു ഫാക്ട് പഠിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കണം എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാവും. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോകാം. വാട്ട് ക്രൂഷ്യൽ ഫീച്ചർ ഓഫ് എ പെൻസിലിൻ ഈസ് ഇൻവോൾവ് ഇൻ ഇറ്റ്സ് മെക്കാനിസം ഓഫ് ആക്ഷൻ? അപ്പം നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് കാർബോക്സിലിക് ആസിഡ്, ബീറ്റാ ലാക്ടം, അസൈൽ സൈഡ് ചെയിൻ, തയസിലിഡീൻ റിംഗ്. ഇത്രയും കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. അപ്പം നമുക്കറിയാം ഇവിടെ ചോദിച്ചേക്കുന്നത് എന്താണ്? പെൻസിലിന്റെ ആ ഒരു ആക്ഷന് എന്താണ് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ട് വരുന്നത്? ഏത് ഫാക്ടറാണ് ഇതിൽ? കാർബോക്സിലിക് ആസിഡ് ആണോ, അല്ലെങ്കിൽ ബീറ്റാ ലാക്ടം റിംഗ് ആണോ, അസൈൽ സൈഡ് ചെയിൻ ആണോ? ഇതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. അപ്പം നമ്മൾ ഈ ഒരു ആന്റിബയോട്ടിക്, നമ്മുടെ പെൻസിലിൻ എന്ന് പറയുന്ന ആന്റിബയോട്ടിക് പഠിക്കുമ്പോഴേ പഠിക്കുന്ന ഒരു ഫാക്ടറാണ്. പെൻസിലിൻ ഈസ് എ ബീറ്റാ ലാക്ടം ആന്റിബയോട്ടിക് എന്ന് പറഞ്ഞാൽ ഒരു ബീറ്റാ ലാക്ടം റിംഗ് ഉള്ള ഒരു ആന്റിബയോട്ടിക് ആണ് പെൻസിലിൻ. ആ ബീറ്റാ ലാക്ടം റിംഗ് ആണ് പെൻസിലിന്റെ എന്തിന്
മെക്കാനിസം ഓഫ് ആക്ഷനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. നമുക്കറിയാം ഈ ഒരു ആന്റിബയോട്ടിക് ആക്ട് ചെയ്യുന്നത് നമ്മുടെ ബാക്ടീരിയൽ സെൽ വോളിന്റെ സിന്തസിസിനെയൊക്കെ ഇൻഹിബിറ്റ് ചെയ്തത് കൊണ്ടാണ്. അപ്പം നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ബീറ്റാലാക്ടം ഓഫ് പെൻസിലിൻ ഈസ് ഇൻവോൾവ് ഇൻ ഇറ്റ്സ് മെക്കാനിസം ഓഫ് ആക്ഷൻ. മനസ്സിലാക്കി വെച്ചേക്കുക. നമുക്ക് അതിനെ പറ്റിയിട്ടുള്ള കുറച്ച് ഫാക്ട്സും കൂടെ നോക്കാം. ഒരു ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഫാക്ട്സ് നമ്മൾ എന്തായിരുന്നാലും നോക്കണം. പെൻസിലിൻ എന്ന് പറയുന്നത് എന്താണ്? വൈഡ്ലി യൂസ് ചെയ്യുന്ന ഒരു ബാക്ടീരിയൽ ആന്റിബയോട്ടിക് ആണ് പെൻസിലിൻ എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ബൈ ഇൻഹിബിറ്റിംഗ് ദ ബാക്ടീരിയൽ സെൽ വോൾ സിന്തസിസ്. സെൽ വോളിന്റെ സിന്തസിസിനെ ഇൻഹിബിറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു പെൻസിലിൻ ആക്ട് ചെയ്യുന്നത്. അതിന് മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ബീറ്റാലാക്ടൻ റിംഗ് ആണ്. പെൻസിലിൻ ബൈൻഡ്സ് ടു ആൻഡ് ഇൻഹിബിറ്റ് ട്രാൻസ്പെപ്റ്റിഡേസ്. ഈ ട്രാൻസ്പെപ്റ്റിഡേസ് ആണ് നമ്മുടെ പെപ്റ്റിഡോഗ്ലൈക്കൻ ക്രോസ് ലിങ്കിങ്ങിനും എന്ന് വെച്ചാൽ ബാക്ടീരിയൽ സെൽ വോളിന്റെ സിന്തസിസിന്, ആ ഒരു സ്ട്രാൻഡിന്റെ സിന്തസിസിനൊക്കെയുള്ള ഈ പെപ്റ്റിഡോഗ്ലൈക്കന്റെ സിന്തസിസിനെയൊക്കെ ആരെ ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്? പെൻസിലിൻ ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് അതിനൊരു സ്കീമാറ്റിക് റെപ്രസെന്റേഷൻ നോക്കാം. ഈ കാണിച്ചേക്കുന്നത് കണ്ടോ? ഈ കാണിച്ചേക്കുന്നതാണ് നമ്മുടെ ബീറ്റാലാക്ടൻ റിംഗ് എന്ന് പറയുന്നത്. ഇതാണ് പെൻസിലിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ബാക്ടീരിയ ആണ്. ഈ ബാക്ടീരിയ എന്ന് വെച്ചാൽ ട്രാൻസ്പെപ്റ്റിഡേസിന്റെ സബ് യൂണിറ്റ് ആണ്. ഇതാണ് സെൽ വോൾ സിന്തസിസിനെ ഹെൽപ്പ് ചെയ്യുന്നത്. ഈ കാണിച്ചേക്കുന്നതാണ് സെൽ വോൾ സിന്തസിസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താണ് ഈ നമ്മുടെ പെൻസിലിൻ എങ്ങനെ ആക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു നമ്മുടെ ട്രാൻസ്പെപ്റ്റിഡേസ് സബ് യൂണിറ്റിനെ എന്ത് ചെയ്യും? ഇൻഹിബിറ്റ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? ഈ സെൽ വോളിന്റെ സിന്തസിസ് ഫർദർ അത് എന്ത് ചെയ്യത്തില്ല? എലോങ്ങേറ്റ് ചെയ്യത്തില്ല. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? സെൽ വോൾ സിന്തസിസ് ബ്ലോക്ക്ഡ് ആവും. സെൽ വോളിന്റെ സിന്തസിസ് ബ്ലോക്ക് ചെയ്താൽ സ്വാഭാവികമായിട്ട് എന്ത് പറയും? ബാക്ടീരിയൽ ഡെത്ത് സംഭവിക്കും. അങ്ങനെ സെൽ വോൾ സിന്തസിസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഒരു ആന്റിബയോട്ടിക് ആണ് നമ്മുടെ ബീറ്റാലാക്ടൻ റിംഗ് ഉള്ള പെൻസിലിൻ. മനസ്സിലാവുന്നു? അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം. വാട്ട് ക്രൂഷ്യൽ ഫീച്ചർ ഓഫ് പെൻസിലിൻ ഈസ് ഇൻവോൾവ് ഇൻ ഇറ്റ്സ് മെക്കാനിസം ഓഫ് ആക്ഷൻ? നമ്മുടെ ബീറ്റാലാക്ടൻ റിംഗ് ആണ് കറക്റ്റ് ആൻസർ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ടൊന്ന് പോയാലോ? അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? നമ്പർ ഓഫ് ലോൺ പെയർസ് ആൻഡ് ബോണ്ട് പെയർസ് അറ്റാച്ച്ഡ് ടു സിനോൺ ഇൻ XeO3s. XeO3 നമുക്ക് അറിയാവുന്ന ഒരു കോമ്പൗണ്ട് ആണ്. ആ XeO3യുടെ കേസിൽ നമ്പർ ഓഫ് ലോൺ പെയർസ് എത്ര, നമ്പർ ഓഫ് ബോണ്ട് പെയർസ് എത്ര എന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ. വളരെ സിമ്പിൾ ആയിട്ട് തോന്നുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് 1ഉം 6ഉം ആണ്. അപ്പൊ പല കുട്ടികളും ഇതിനകത്ത് കുറച്ച് കൺഫ്യൂഷൻ വരുത്താറുണ്ട്. ഇപ്പൊ ഇതാണ് നമ്മുടെ XeO3യുടെ സ്ട്രക്ചർ. നമ്മുടെ P-π ബോണ്ടിങ് ആണ് ഈ സിനോണും ഓക്സിജനും കൂടെ നടക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ ഒരു ലോൺ പെയർ ഉണ്ട്. നമുക്കറിയാം സെനോൺ എന്ന് പറയുന്ന ഒരു നോബിൾ ഗ്യാസ് ആയതുകൊണ്ട് തന്നെ അതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ഉണ്ട്. ആ 8 ഇലക്ട്രോൺസ് ആയിരിക്കും ബോണ്ടിങ്ങിൽ പങ്കെടുക്കുന്നത്. ഇവിടെ XeO3യുടെ കേസ് എടുക്കുകയാണെങ്കിൽ ഇവിടെ സെനോണിലുള്ള 6 ഇലക്ട്രോണും ആരുമായിട്ട് ബോണ്ടിങ്ങിൽ ഏർപ്പെടും? ഓക്സിജനുമായിട്ട് P-π D-π ബോണ്ടിങ്ങിൽ ഏർപ്പെടും. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ എത്ര, നമ്മൾ ഇതിന്റെ സ്ട്രക്ചർ പഠിക്കുമ്പം നമ്മൾ ജോമെട്രി ഒക്കെ പറയുമ്പോഴത്തേന് പറയും ഇവിടെ 3 ബോണ്ട് പെയറും 1 ലോൺ പെയറുമാണെന്ന് പറയും. അത് സ്ട്രക്ചറിന്റെ കേസ് വരുമ്പോൾ മാത്രമാണ്. ഇവിടെ ശരിക്കും നോക്കിയേ, ഇവിടെ 2 ബോണ്ട് സെനോണും ഓക്സിജനും തമ്മിൽ 2 ബോണ്ട് ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ 2 ബോണ്ട് ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ 2 ബോണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ എത്ര ബോണ്ട് പെയർ എന്ന് വെച്ചാൽ 1, 2, 3, 4, 5, 6 ബോണ്ട് പെയറും 1 ലോൺ പെയറുമാണ്. പല കുട്ടികൾക്കും അത് കൺഫ്യൂഷൻ ഉണ്ട്, 3ഉം 1ഉം ആണോ എന്ന്. അപ്പം നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് ഒന്നുകൂടെ പോവാം. ദ നമ്പർ ഓഫ് ലോൺ പെയർസ് ആൻഡ് ബോണ്ട് പെയർസ് അറ്റാച്ച്ഡ് ടു xenon in XeO3 is 1 and 6. മനസ്സിലാകുന്നു? സെനോണിൽ അറ്റാച്ച് ചെയ്തേക്കുന്ന ബോണ്ട് പെയർസ് എത്ര, ലോൺ പെയർസ് എത്ര? ആൻസർ എന്ന് പറയുന്നത് 1ഉം 6ഉം ആണ്. ഇവിടെ 1 ലോൺ പെയർ. ഇവിടെ നോക്കിക്കേ, ഇവിടെ 2 ഇലക്ട്രോൺ ഉണ്ട്. ഇതൊരു പെയർ, ഇതൊരു പെയർ, ഇതൊരു പെയർ, ഇതൊരു പെയർ, ഇങ്ങനെയാ വരുന്നത്. കണ്ടോ? അങ്ങനെയാണ് പെയറിങ് നമ്മൾ പറയുന്നത്. 1 പെയർ, 2 പെയർ, അങ്ങനെ 6 ലോൺ പെയർസും ഉണ്ട്. അല്ല സോറി, 1 ലോൺ പെയറും 6 ബോണ്ട് പെയറുമാണ് ഇതിനകത്ത് വരുന്നത്. മനസ്സിലാകുന്നു? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഇവിടെ കോമ്പറ്റീറ്റീവ് ക്രാക്കറിൽ നമ്മുടെ സെറ്റിന് വേണ്ടിയിട്ട് ഒരു 90 ഡേയ്സിൻ്റെ ക്രാഷ് കോഴ്സ് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ബാച്ചിൻ്റെ പ്രത്യേകതകളെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം അറിയാവുന്നതുപോലെ നമ്മൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ളൊരു ക്ലാസ് ആണ് കൊടുക്കുന്നത്. അതേപോലെ തന്നെ ലൈവ് സെഷൻസ് ഉണ്ട്. നിങ്ങൾ ഒരുവിധം പഠിച്ചു എന്ന് തുടങ്ങുമ്പം നിങ്ങൾ ക്ലാസ് ഒരുവിധം കംപ്ലീറ്റ് ആയി, നിങ്ങൾ ഒരുവിധം ക്ലാസ്സുകളൊക്കെ കണ്ടു തുടങ്ങി, ആ ഒരു സമയമാകുമ്പോഴത്തേനും നമ്മൾ ലൈവ് സെഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ലൈവ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ നെറ്റിൻ്റെ ഉണ്ടാകും, ഗേറ്റിൻ്റെ ഉണ്ടാകും. അതേണക്ക് തന്നെ ചില സന്ദർഭങ്ങളിൽ നമ്മൾ ഈ ഒരു സെറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈവൻ JEE നീറ്റ് അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് പോലും വരുന്നുണ്ട്. അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും, ചിലപ്പോൾ നമുക്ക് കൺഫ്യൂസിങ് ആയിരിക്കും. ഇപ്പം നമ്മുടെ കെമിക്കൽ നെയിമും അതിൻ്റെ കോമൺ നെയിമും അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരെ
ഇപ്പോഴത്തെ സെറ്റിന് ചോദിക്കുന്നുണ്ട്. കാര്യം ഇപ്പം നമ്മുടെ ലൂണാർ കാസ്റ്റിക് എന്താണെന്ന് പറഞ്ഞാൽ അതിൻ്റെ കെമിക്കൽ ഫോമുല ചോദിച്ചിട്ട് ക്വസ്റ്റ്യൻ വന്നായിരുന്നു. സിമ്പിളാണ്, നമ്മുടെ +2 ലെവൽ ക്വസ്റ്റ്യൻ ആണ്. അതുപോലും നമുക്ക് സെറ്റിന് എക്സ്പെക്ട് ചെയ്യാം. സോ നമ്മൾ അവിടെ തൊട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ആ ഒരു ലെവലിൽ നിന്ന് നമ്മുടെ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള എക്സാം എന്ന് പറയുന്നത് നമ്മുടെ നെറ്റിൻ്റെ ആ ലെവലിലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വരെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പാറ്റേൺ സിമ്പിളായിട്ട് തോന്നും. അതുപോലെ തന്നെ നിങ്ങൾക്ക് കൂടുതൽ വർക്കൗട്ട് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ നമ്മൾ എക്സാംസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓരോ യൂണിറ്റുകൾ നിങ്ങൾ കവർ ചെയ്ത് കഴിയുമ്പോഴും നമ്മൾ എക്സാംസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ എക്സാം എഴുതുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾക്കിപ്പം മാർക്ക് കൂടുതൽ കിട്ടിയാൽ എനിക്ക് ഇത്രയും കാര്യങ്ങൾ അറിയാം, ഞാൻ ഓക്കെയാണ്, എൻ്റെ പഠിത്ത രീതി ഇങ്ങനെ തന്നെ പോയാൽ മതി, ആ ഒരു ലെവലിൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും. അല്ല നിങ്ങൾക്ക് മാർക്ക് കുറവാണെന്നുണ്ടെങ്കിൽ പോരാ, എൻ്റെ നിലവാരം എനിക്ക് ഉയർത്തേണ്ടിയിരിക്കുന്നു, എൻ്റെ പഠിക്കുന്ന ടൈം കൂട്ടേണ്ടിയിരിക്കുന്നു, നിങ്ങൾക്ക് തന്നെ ഒരു സെൽഫ് അനാലിസിസിനുള്ള ഒരു അവസരം നിങ്ങൾക്ക് ഈ എക്സാമിലൂടെ ലഭിക്കും. അതേപോലെ തന്നെ മെൻറ്റർഷിപ്പ് ഉണ്ട്. നിങ്ങൾക്ക് എന്ത് സംശയം വേണമെങ്കിലും നിങ്ങളുടെ മെൻറ്റേഴ്സുമായിട്ട് ഷെയർ ചെയ്യാം, അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾ ഈ ഒരു ക്രാഷ് കോഴ്സിൻ്റെ പ്രത്യേകത ഇതാണ്, നിങ്ങൾക്ക് 90 ദിവസം കൊണ്ട് എങ്ങനെ ഏതൊക്കെ പോർഷൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം, നിങ്ങൾക്കൊരു സിലബസ് ഉണ്ട്. ആ സിലബസിനെ ബേസ് ചെയ്തിട്ടൊരു ടൈം ടേബിൾ ഉണ്ട്. അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് സെറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും. നിങ്ങളും കോമ്പറ്റേറ്റീവ് ക്രാക്കറിനോടൊപ്പം കൂടി വളരെ നന്നായിട്ട് അടുത്ത സെറ്റ് ക്ലിയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. നമ്പർ ഓഫ് സിഗ്മ ബോൺസ് ആൻഡ് പൈ ബോൺസ് പ്രസന്റ് ഇൻ അല്ലീനീസ്. നമുക്കറിയാം അല്ലീൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം, ഒരു കാർബൺ ആറ്റം. ആ കാർബൺ ആറ്റത്തിന്റെ അഡ്ജസന്റ് ആയിട്ട് വരുന്ന 2 കാർബൺ ആറ്റമായിട്ടും ഈ കാർബൺ ആറ്റം ഡബിൾ ബോണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അത്തരം സിസ്റ്റങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അല്ലീൻ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ അല്ലീൻ സിസ്റ്റത്തിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമ്പർ ഓഫ് പൈ ബോൺസ് ആൻഡ് നമ്പർ ഓഫ് സിഗ്മ ബോൺസ് പ്രസന്റ് ഇൻ അല്ലീൻ, ഇതാണ് ക്വസ്റ്റ്യൻ. നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 6 and 2 ആണ്. ഇത് എങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം. നമ്മുടെ അല്ലീൻ സിസ്റ്റം ഞാൻ പറഞ്ഞില്ലേ, ഒരു കാർബൺ ആറ്റം, ആ കാർബൺ ആറ്റവുമായിട്ട് ചേർന്ന് വരുന്ന അഡ്ജസന്റ് ആയിട്ടുള്ള 2 കാർബൺ ആറ്റവുമായിട്ട് ഈ കാർബൺ ആറ്റം ഡബിൾ ബോണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ അല്ലീൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഇവിടെ നോക്കിക്കേ, നമുക്കറിയാം ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്, ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്. നമ്മളുടെ ഒരു സിംഗിൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു സിഗ്മ ബോണ്ടാണ്. ഒരു ഡബിൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സിഗ്മ ബോണ്ടും ഉണ്ട്, ഒരു പൈ ബോണ്ടും ഉണ്ട്. ഇനി വാട്ട് ഇസ് ട്രിപ്പിൾ ബോണ്ട്? ഒരു ട്രിപ്പിൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ 2 പൈ ബോൺസും കാണും, ഒരു സിഗ്മ ബോൺസും കാണും. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും വരാറുണ്ട്. അപ്പൊ നിങ്ങൾ ഇതാണ് ബേസ്, നിങ്ങൾക്ക് അതിന്റെ സ്ട്രക്ചർ അറിയാം. വളരെ ഇപ്പൊ ബെൻസിന്റെ കേസ് ചോദിച്ചാൽ പോലും ചില കുട്ടികൾ അത് കൺഫ്യൂഷൻ ആക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ആ സ്ട്രക്ചർ വരയ്ക്കുക. ഇതേ രീതിയിൽ ഡബിൾ ബോണ്ട് വരുന്നെങ്കിൽ അവിടെ ഒന്ന് സിഗ്മയാണ്, ഒന്ന് പൈ ആണ്. ഈ രീതിയിൽ ഒരു സിംഗിൾ ബോണ്ട് ആണ് എങ്കിൽ അത് സിഗ്മയാണ്. ഈ രീതിയിൽ കൗണ്ട് ചെയ്യണം. ഇവിടെ നോക്കിക്കേ, ഇവിടെ കാർബണുമായിട്ട് ഇവിടെ ഒരു സിഗ്മ ബോണ്ട്, ഇവിടെ അടുത്ത സിഗ്മ ബോണ്ട്, ഇവിടെ സിഗ്മ ബോണ്ട്, സിഗ്മ ബോണ്ട്, സിഗ്മ ബോണ്ട്, സിഗ്മ ബോണ്ട്, പൈ ബോൺസ്. കണ്ടോ, നമ്മുടെ ആൻസർ എന്താണ്? 6 ഉം 2 ആണ്. നോക്കിക്കേ, 1 2 3 4 5 6 സിഗ്മ ബോണ്ടും 2 പൈ ബോണ്ടും ആണ് അല്ലീൻ സിസ്റ്റത്തിലുള്ളത്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, നമ്മുടെ അല്ലീനിക് കാർബൺ ആറ്റം എടുക്കുവാണെങ്കിൽ അതിനകത്തുള്ള നമ്പർ ഓഫ് സിഗ്മ ആൻഡ് പൈ ബോണ്ട് ചോദിക്കുവാണെങ്കിൽ അതിനകത്ത് 2 സിഗ്മ ബോണ്ടും 2 പൈ ബോണ്ടും ആണ്. ഇത് നമ്മുടെ അല്ലീനിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ചോദിച്ചേക്കുന്നത്. അല്ലീനിക് കാർബൺ എന്ന് പറഞ്ഞ് എടുത്ത് ചോദിച്ചാൽ ഇതാണ് ആൻസർ. നമ്മുടെ കറക്റ്റ് ആൻസർ നോക്കിക്കേ, 6 and 2 ആണ് അല്ലീനിക് കാർബൺ ആറ്റത്തിലുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള വളരെ ബേസിക് ലെവൽ ക്വസ്റ്റ്യൻ നമ്മളോട് വേണമെങ്കിൽ ചോദിക്കാം. നാഫ്തലീൻ സിസ്റ്റം ചോദിക്കാം, അന്ത്രസീൻ സിസ്റ്റം ചോദിക്കാം. അപ്പൊ നമ്മൾ അതിനു വേണ്ടിയും പ്രിപ്പയർഡ് ആയിട്ടിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഇൻക്ലൂഡ് ചെയ്തത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇതൊക്കെ ആൻസർ ചെയ്യാം. കുറച്ചൊന്ന് ശ്രദ്ധിക്കണം എന്ന് മാത്രം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, നമ്മുടെ നാനോ ടെക്നോളജി ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ആർ ദ ടൈപ്പ് ഓഫ് കൈറാലിറ്റി അസോസിയേറ്റഡ് വിത്ത് കാർബൺ നാനോ ട്യൂബ്സ്? ഓപ്ഷൻസ് നോക്കിക്കേ, മെറ്റാലിക്, സെമി കണ്ടക്ടിങ്, സൂപ്പർ കണ്ടക്ടിങ്, ഡൈവേർജന്റ്, കൺവേർജന്റ് ആൻഡ് സിഗ്സാഗ്, ക്രിസ്റ്റലൈൻ, അമോർഫസ് ആൻഡ് പോളിക്രിസ്റ്റലൈൻ, കൈറാൽ, ആംചെയർ, സിഗ്സാഗ്. നമ്മുടെ കാർബൺ നാനോ ട്യൂബുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കൈറാലിറ്റി എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓപ്ഷൻ ഡി ആണ്, കൈറാൽ, ആംചെയർ ആൻഡ് സിഗ്സാഗ്. ഇതാണ് കാർബൺ നാനോ ട്യൂബുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന നമ്മളുടെ കൈറാലിറ്റി എന്ന് പറയുന്നത്. നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നോക്കണം. അപ്പം കൈറാലിറ്റി എന്ന് വെച്ചാൽ നമുക്കറിയാം, കൈറാലിറ്റീനെ ബേസ് ചെയ്തിട്ട് നാനോ ട്യൂബ്സിനെ നമ്മൾ 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. അതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്, സിഗ്സാഗ്, ആംചെയർ ആൻഡ് കൈറാൽ. ഇങ്ങനെ 3 രീതിയിൽ കൈറാലിറ്റിയുടെ ബേസിസിൽ നമ്മൾ കാർബൺ ന്യൂനോ ട്യൂബിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡിങ് ഓൺ ഹൗ ഗ്രാഫൈറ്റ് ഈസ് റോൾഡ് അപ്പ് ഡ്യൂറിങ് ക്രിയേഷൻ പ്രോസസ് എന്ന് വെച്ചാൽ നമ്മുടെ
ഈ ഗ്രാഫൈറ്റിനെ റോളപ്പ് ചെയ്തിട്ടല്ലേ നമ്മുടെ കാർബൺ നാനോ ട്യൂബ്സ് മിക്കവാറും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിൻ്റെ ആ ഒരു റോളപ്പിൽ ഉണ്ടാകുന്ന ഡിഫറൻസും ഉണ്ട്. ഇപ്പം നമുക്ക് ലെങ്ത് വൈസ് ഉണ്ടാക്കാം, അല്ലാതെ ചെയ്യാം. അപ്പോൾ ഏത് രീതിയിലാണ് അവർ റോളപ്പ് ചെയ്തേക്കുന്നതിൻ്റെ ബേസിസിലാണ് ഈ ഒരു ഡിഫറൻസ് വരുന്നത്. ഇവര് കൈറാൽ ആംഗിളും അതേപോലെ തന്നെ കൈറാൽ ഡയമീറ്ററിലും ഇവർ ഡിഫറെൻ്റ് ആയിരിക്കും. ഇവിടെ ആം ചെയർ എടുക്കുവാണെങ്കിൽ എന്താണ്, ഷെയർ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് സിമിലർ ടു മെറ്റൽസ്. മെറ്റലുമായിട്ട് സിമിലർ ആയിട്ടാണ് അവരുടെ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് വരുന്നത്. ആം ചെയറിന്റെ കേസിൽ സിഗ്സാഗും കൈറാൽ നാനോ ട്യൂബ്സും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെങ്ങനെയാണ്, സെമി കണ്ടക്ടേഴ്സിന് സിമിലർ ആയിട്ടുള്ള ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് ആണ് ചോദിക്കുന്നത്. വേണമെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് വരാം, കാര്യം സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ നമ്മളോട് വേണമെങ്കിൽ ചോദിക്കാം കൈറാൽ ബേസ്ഡ് ആയിട്ടുള്ള നാനോ ട്യൂബ്സിന്റെ ക്ലാസിഫിക്കേഷനിൽ ഏതാണ് റോങ് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഏതാണ് റൈറ്റ് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ നമ്മൾ ഇത് അറിഞ്ഞിരിക്കണം. ആം ചെയർ ആണെങ്കിൽ അവരുടെ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് സിമിലർ ടു എന്താണ്, മെറ്റൽസ് ആണ്. അതേപോലെ തന്നെ സിഗ്സാഗും കൈറാൽ നാനോ ട്യൂബ്സും ആണെങ്കിൽ അവരുടെ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് സെമി കണ്ടക്ടേഴ്സിന് സിമിലർ ആയിട്ടാണ് വരുന്നത്. മനസ്സിലാവുന്നു? ഇനി ഇവരുടെ കൈറാൽ ഇൻഡീസസിനെ ബേസ് ചെയ്തിട്ട് എന്ന് വെച്ചാൽ എന്നിനെയും എമ്മിനെയും ബേസ് ചെയ്തിട്ട് ഇവരെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതെന്നാണ് നമ്മൾ പഠിച്ചത്. സിക്സാഗ് എന്നും ആം ചെയർ എന്നൊക്കെ പറയുന്നത്. ഈ സിക്സാഗ് എന്ന് പറയുന്നത് കൈറാൽ ഇൻഡീസസ് ഈസ് ഈക്വൽ ടു 0. ഏതെങ്കിലും ഒരു കൈറാൽ ഇൻഡീസസ്, എന്നും എമ്മും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, ആ കൈറാൽ ഇൻഡീസസിൽ ഏതെങ്കിലും ഒരെണ്ണം 0 ആയിട്ട് വരും. അതാണ് സിക്സാഗ് കാർബൺ നാനോ ട്യൂബ്സ് എന്ന് പറഞ്ഞാൽ. ഏതർ എൻ ആയിരിക്കാം അല്ലെങ്കിൽ എം ആയിരിക്കാം. ഏതെങ്കിലും ഒരെണ്ണം 0 ആണെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് പറയും, സിക്സാഗ് കാർബൺ നാനോ ട്യൂബ് എന്ന് പറയും. ഇനി ആം ചെയർ ആണെങ്കിലോ ഇവിടത്തെ കൈറാൽ ഇൻഡീസസ് ഈക്വൽ ആയിരിക്കും, എന്നും എമ്മും ഈക്വൽ ആയിരിക്കും. കൈറാൽ കാർബൺ നാനോ ട്യൂബ്സ് എന്ന് എടുക്കുവാണെങ്കിൽ അവരുടെ ഈ ഒരു ഇൻഡീസസ് എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ആണ്. എന്ന് വെച്ചാൽ എൻ നോട്ട് ഈക്വൽ ടു എം ആണ്. അതേപോലെ തന്നെ അവർ നോട്ട് ഈക്വൽ ടു 0 ആണ്. എന്നും എമ്മും എന്താണ്, നോട്ട് ഈക്വൽ ടു 0 ആണ്. ഈ ഒരു ബേസിസിലാണ് എന്ന് വെച്ചാൽ അവരുടെ എന്നും എമ്മും കൈറാൽ ഇൻഡീസസ് എന്നാണ് നമ്മൾ പറയുന്നത്. അവരുടെ ഡിഫറൻസ് അനുസരിച്ചാണ് നമ്മൾ അവരെ ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. അവരുടെ ഒരു ഇമേജ് ഇങ്ങനെയാണ് വരുന്നത്. ഇത് ആം ചെയർ ആണ്, ഇത് സിഗ്സാഗ് ആണ്, ഇത് കൈറാൽ ആണ്. ഇവരുടെ ഒരു ടോപ്പ് വ്യൂ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇവിടെ ആം ചെയർ പോലാ വരുന്നത്. ഇവിടെ എന്ന് വെച്ചാൽ സിഗ്സാഗ് പാറ്റേണിലാണ് ഇവരുടെ അറേഞ്ച്മെന്റ് വരുന്നത്. ഇവിടെ അല്ലാണ്ട രീതിയിലുള്ള ഒരു അറേഞ്ച്മെന്റ് ആണ് കൈറാലിൽ വരുന്നത്. ഇതാണ് നമ്മുടെ കൈറാലിനെ ബേസ് ചെയ്തിട്ടുള്ള കാർബൺ നാനോ ട്യൂബ്സിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, വാട്ട് ആർ ദ ടൈപ്പ് ഓഫ് കൈറാലിറ്റി അസോസിയേറ്റഡ് വിത്ത് കാർബൺ നാനോ ട്യൂബ്സ്? കറക്റ്റ് ആൻസർ കൈറാൽ, ആം ചെയർ ആൻഡ് സിഗ്സാഗ്. അപ്പം ഇങ്ങനെയുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ് പോലും നമ്മളുടെ ഒരു സെറ്റിന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അപ്പം നമ്മുടെ ചിലപ്പോൾ നമ്മുടെ എന്താണ് സ്ട്രക്ചറൽ ബേസ്ഡ് ആയിട്ടുള്ള നെയിമിങ്, IUPAC നെയിമിങ് ചോദിക്കാം. അതേപോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കെമിക്കൽ നെയിംസ്, കോമൺ നെയിംസ് അത് ചോദിക്കാം. ഇതേക്ക് നമ്പർ ഓഫ് പൈ ബോൺസ്, സിഗ്മ ബോൺസ്, ഇങ്ങനെ വളരെ സിമ്പിൾ ആയിട്ടുള്ള നമ്മളുടെ സ്പെക്ട്രോസ്കോപ്പിയിലെയും ക്വാണ്ടം മെക്കാനിക്സിലെയും അങ്ങേയറ്റത്തെ പ്രോബ്ലംസ് മാത്രമല്ല വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും ഇപ്പം സെറ്റിന് ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ബേസിക് ആയിട്ടുള്ളൊരു ലെവലിൽ കൂടെ പ്രിപ്പയർഡ് ആയിരുന്നാൽ മാത്രമേ നമുക്ക് സെറ്റ് ക്ലിയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. സ്റ്റേറ്റ്മെന്റ്സ് ഒരു കാര്യം പഠിക്കുമ്പോൾ നന്നായിട്ട് അതിനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചു പോകണം. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഇതുപോലുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്തായിരുന്നാലും യൂസ്ഫുൾ ആയിരിക്കും. അങ്ങനെയുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ ഒരു പേജ് ഫോളോ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് സജസ്റ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്.